എന്തിന്റെ പേരിലാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ അറബ് യൂറോപ്യൻ നേതാക്കൾ പിന്തുണക്കുന്നത്? സ്വതന്ത്ര പലസ്തീൻ ഇല്ലാതെ എങ്ങനെയാണ് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് പലസ്തീനിൽ സമാധാനമുണ്ടാക്കാൻ കഴിയുക? ട്രംപും ലോക നേതാക്കന്മാരുമൊക്കെ ഹമാസ് ഭീകരവാദ സംഘടനയാണെന്ന് പറയുമ്പോൾ ഹമാസിനെ ഐക്യരാഷ്ട്രസഭ ഒരു ഭീകര സംഘടനയായി കാണുന്നില്ല. പലസ്തീനിലെ ഗസയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണത്. ഇസ്രയേലിനെ പോലെ തന്നെ പലസ്തീൻ ജനതയ്ക്കും ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമായി നിൽക്കാനുള്ള അവകാശം, ആ അവകാശം അനുവദിച്ചു കൊടുക്കാതെ ട്രംപ് ഒരു 20 സമാധാന പദ്ധതി ആരംഭിച്ചുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ട്രംപ് ഒരു ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കും. ആ ബോർഡ് ഓഫ് പീസിന്റെ തലവൻ ട്രംപ് തന്നെ. അതിന് കീഴിൽ എന്താണ്? ഒരു ആഗോള വിദഗ്ധന്മാരൊക്കെ അടങ്ങുന്ന ഗസ ഭരിക്കാനുള്ള, ഗസയിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള, അവിടെ ഭരണം നടത്താനുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആരാണ് ഈ ആഗോള വിദഗ്ധന്മാർ? ആരാണ് ഈ സാങ്കേതിക വിദഗ്ധന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഒക്കെ സ്വയം നിർണയനത്തെ സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ഒരു ട്രസ്റ്റിഷിപ്പ് ഭരണത്തിന് കീഴിലേക്ക് ഗസയെ കൊണ്ടുവരും. അത് അമേരിക്ക നിയന്ത്രിക്കുന്ന, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 വർഷക്കാലമായി ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയാനാവില്ല, നിഷ്ഠൂരമായ വംശഹത്യ, അത് അവസാനിപ്പിക്കണമെന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങളും രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ 70,000-ഓളം മനുഷ്യർ ഗസയിൽ ഈ 2 വർഷക്കാലത്തിനിടയിൽ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. എന്നു മാത്രമല്ല, ഇസ്രയേലിൻ്റെ കടുത്ത ഉപരോധം, ഭക്ഷണമില്ലായ്മ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ, അങ്ങനെ യുദ്ധത്തിൻ്റെ പരോക്ഷാഘാതങ്ങളിൽപ്പെട്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഗസയിൽ നരകതുല്യമായ ജീവിതം നയിക്കുകയാണ്. ഇപ്പോൾ കരയാക്രമണവും വ്യോമാക്രമണവും കടലാക്രമണവും ഒക്കെ ഒന്നിച്ചാണ്. ഇസ്രായേൽ സേന ആകാശത്ത് നിന്നും കരയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ഗസയെ പിടിച്ചെടുക്കാനുള്ള യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നിരപരാധികളായ സിവിലിയന്മാർ, നിസ്സഹായരായ മനുഷ്യർ മരണപ്പെടുകയാണ്. ഇസ്രായേൽ ഈ യുദ്ധത്തിന് ന്യായമായി പറയുന്നത് 20,000-ഓളം ഹമാസ് ഭീകരന്മാർ അവിടെ ഒളിച്ച് ഇരിക്കുന്നുണ്ട്, അവരെ പിടിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ സൈന്യത്തെ ഗസയിൽ വിന്യസിച്ചിരിക്കുന്നതെന്നാണ്. ലോകമാകെ ഈ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 157 രാജ്യങ്ങളും ഒരു സംശയത്തിനും ഇട നൽകാതെ പലസ്തീൻ്റെ സ്വയം നിർണയനം, സ്വതന്ത്ര രാഷ്ട്ര പദവി, ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചിരിക്കുന്ന ദ്വിരാഷ്ട്ര വ്യവസ്ഥയനുസരിച്ച് അംഗീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നു മാത്രമല്ല, ലോകമെമ്പാടും അതിശക്തമായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് കൊളംബിയൻ പ്രസിഡന്റിൻ്റെ പെട്രോവിൻ്റെ UN പൊതുസഭയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലൂടെ കണ്ടത്. നെതന്യാഹു UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. UN ജനറൽ അസംബ്ലിയിലെ ഈ പ്രസംഗം കേൾക്കാൻ കൂടിയിരിക്കുന്ന ആളുകൾ നെതന്യാഹു വേദിയിലേക്ക് വന്നപ്പോൾ കൂകി വിളിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലസ്തീൻ ജനതയ്ക്ക്, ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ അണിനിരക്കുന്ന ഐക്യദാർഢ്യ റാലികൾ നടക്കുകയാണ്. ഇസ്രയേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്രയേലിലെ ജനാധിപത്യ ശക്തികളും ഇസ്രയേൽ നെതന്യാഹു ഭരണകൂടം ഗസയിലെ ജനങ്ങളോട് ചെയ്യുന്ന നരഹത്യക്ക്, മഹാപാതകങ്ങൾക്ക് ഞങ്ങൾ ഇല്ല, ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ സേനയെ ഗസയിൽ നിന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവുകളിലിറങ്ങുകയാണ്. ഇങ്ങനെയുള്ള ഒരു ലോക സാഹചര്യത്തിലാണ് മിസ്റ്റർ ട്രംപ് നെതന്യാഹുവിനെ, ഇസ്രയേൽ ഭരണകൂടത്തിന് പിറകിൽ കളിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയായി വന്നിരിക്കുന്നത്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ 20 സമാധാന പദ്ധതിയാണ് മിസ്റ്റർ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന യുദ്ധം എത്രയും വേഗത്തിൽ അവസാനിപ്പിക്കണം. അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം വേണം. ഈ കൂട്ടക്കൊലകളിൽ ഇനിയും തുടരരുത്. വെള്ളവും ഭക്ഷണവും കിട്ടണം, മരുന്ന് കിട്ടണം, ചികിത്സ കിട്ടണം.
ഈ നരകതുല്യമായ യുദ്ധമുണ്ടാക്കിയ അവസ്ഥ അവിടെ പരിഹരിക്കണം. അത് ലോകം ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന 20 ദിന സമാധാന പദ്ധതി, ഒരു സംശയവുമില്ല, പലസ്തീൻ സ്വതന്ത്ര രാജ്യമെന്ന സ്വപ്നത്തെ മുൻനിർത്തി പോരാടുന്ന പലസ്തീൻ ജനതയോട് വീണ്ടും ഒരു വഞ്ചനക്ക്, വീണ്ടും അവരെ വഞ്ചിക്കാൻ സാമ്രാജ്യത്വ ശക്തികളും അവരുമായി സഹകരണത്തിലേർപ്പെട്ടിരിക്കുന്ന അറബ് നേതാക്കളും മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിൻ്റെ പേരിലാണ് ട്രംപിൻ്റെ സമാധാന പദ്ധതിയെ അറബ് യൂറോപ്യൻ നേതാക്കൾ പിന്തുണക്കുന്നത്? സ്വതന്ത്ര പലസ്തീനില്ലാതെ എങ്ങനെയാണ് പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് പലസ്തീനിൽ സമാധാനമുണ്ടാക്കാൻ കഴിയുക? പലസ്തീനികളുടെ ദേശീയ സ്വത്വത്തെ നിഷേധിച്ച് അവരുടെ ആവാസ മേഖലകളിലേക്ക്, അവരുടെ ജന്മഭൂമിയിലേക്ക് അധിനിവേശം നടത്തിയവരാണ്, ഒക്യുപ്പൈ ചെയ്തവരാണ് ജൂതർ. ആ ജൂത മതവിശ്വാസികളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തെളിച്ചു കൊണ്ടുവന്ന് അവിടെ സെറ്റിൽ ചെയ്യിച്ചത് ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസുമൊക്കെ അടങ്ങുന്ന സാമ്രാജ്യത്വ ശക്തികളായിരുന്നു. അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് സാമ്രാജ്യത്വ മൂലധനത്തിൻ്റെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലയിൽ എണ്ണ കണ്ടുപിടിക്കുകയും ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള കടൽ വഴിയുള്ള വാണിജ്യപാതകളിൽ ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കടലുകളാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ ലോകമേധാവിത്വം, തങ്ങളുടെ കൊളോണിയൽ അധികാരം തുടരണമെങ്കിൽ യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് പശ്ചിമേഷ്യക്ക് മുകളിൽ ഒരു പിടിയുണ്ടാവണം. പ്രത്യേകിച്ച് തുർക്കി സുൽത്താനേറ്റ് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങൾ സാമ്രാജ്യത്വ ശക്തികളുമായി വൈരുദ്ധ്യത്തിലാണെന്നും അവർ സമാധാനപരമായ ഒരു ബന്ധം സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് പാശ്ചാത്യ മുതലാളിത്ത ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കിയത്. ആ ഇസ്രയേൽ രാഷ്ട്രം 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഹിറ്റ്ലറുടെ ഫാസത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഇരകളായി തീർന്നവരാണ് യഹൂദർ. ലോകമാകെ ഗ്യാസ് ചേമ്പറുകളിൽ പിടഞ്ഞു മരിക്കേണ്ടി വന്ന, വംശഹത്യക്കിരയാകേണ്ടി വന്ന ജൂത ജനതയോട് അങ്ങേയറ്റം സഹാനുകമ്പ കാണിച്ച ഒരു സാഹചര്യത്തിലാണ് ഇതാ ലോകത്ത് വേട്ടയാടപ്പെട്ട ഒരു ജനതക്ക്, യഹൂദർക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ മുൻകൈയെടുത്ത് ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ ജനതക്ക് മുകളിൽ, പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിച്ചത്. അത് അറബ് വംശജരായ പലസ്തീനികളുടെ മണ്ണ് വിഭജിച്ചുണ്ടാക്കിയ രാഷ്ട്രമാണ്. UN ചാർട്ടറിലെ 151 അനുസരിച്ച് ഇസ്രയേൽ രാഷ്ട്രം എന്ന് പറയുന്നത് പലസ്തീനികളുടെ ജന്മഭൂമി അപഹരിച്ചെടുത്തുണ്ടാക്കിയതാണ്. UN ചാർട്ടറിലെ 150 അനുസരിച്ച്, 151 ചാർട്ടർ അനുസരിച്ച് ഇങ്ങനെ ഒരു രാഷ്ട്രമുണ്ടാക്കിയത് പലസ്തീനികളായ അറബ് വംശജരായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയൊക്കെ അവരുടെ ജന്മഭൂമിയിൽ നിന്ന് അടിച്ചോടിച്ചാണ്. ഓടിപ്പോകാൻ വിസമ്മതിച്ചവരെ ഡേവിഡ് ബിൽഗോരിയാനെ പോലെയുള്ള സയനിസ്റ്റ് നേതാക്കൾ, ഇർഗൂൺ എന്ന് പറയുന്ന സയനിസ്റ്റ് സേനയുടെ തലവന്മാർ ഡെറിസിൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഹീബ്രു ഭാഷയിൽ ഡെറിസിൻ എന്നാൽ അരിഞ്ഞു വീഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നുകൂട്ടിയത്. 14 ലക്ഷത്തോളം മനുഷ്യരെയാണ് ഇസ്രയേൽ രാഷ്ട്രപ്രഖ്യാപനത്തിന് ശേഷം സ്വന്തം ജന്മഭൂമിയിൽ, സ്വന്തം മണ്ണിൽ ബലം പ്രയോഗിച്ച് കുടിയേറ്റി തങ്ങളെ പുറന്തള്ളുന്ന സയനിസ്റ്റുകൾക്കെതിരായിട്ട് പ്രതിരോധം തീർത്ത, സയനിസ്റ്റുകളുടെ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറില്ലാത്ത പലസ്തീനികളായ അറബ് വംശജരായ മനുഷ്യരെ കൊന്നുകൂട്ടിക്കൊണ്ടാണ് ഇസ്രയേൽ രാഷ്ട്രമുണ്ടായത്. തുടർന്ന് അറബ് ഇസ്രയേൽ യുദ്ധമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അറബ് മണ്ണിൽ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കി ഇസ്രയേൽ ഉണ്ടാക്കുന്നതിനെതിരായിട്ട് അറബ് ജനതയുടെ അതിശക്തമായ പ്രതിഷേധമുയർന്നു വന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഗമാൽ അബ്ദുൽ നാസർ ആയിരുന്നു. ഈജിപ്തിൻ്റെ ദേശീയ വിമോചന നായകനായ അബ്ദുൽ നാസറുടെ നേതൃത്വത്തിൽ സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരായിട്ട് അതിശക്തമായ യുദ്ധം നടന്നു. ഈ ഒരു ചരിത്ര സന്ദർഭത്തിൽ തന്നെയാണ്
പശ്ചിമേഷ്യയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യപാതയായ സൂയസ് കനാൽ ദേശാൽക്കരിക്കാനുള്ള ധീരമായ നിലപാട് നാസർ എടുക്കുന്നത് ഈജിപ്തിന് സ്വതന്ത്രവും സാശ്രിതവുമായ വളർച്ച നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ അസ്വാൻ അണക്കെട്ടുണ്ടാകുന്നത്, ഇതെല്ലാം പശ്ചിമേഷ്യൻ മേഖലയിൽ സാമ്രാജ്യത്വത്തിന്, US സാമ്രാജ്യത്വത്തിന് ഇസ്രയേൽ വംശീയ ഭീകരർക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്ത ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളായിരുന്നു. ഈ ഒരു സാഹചര്യമാണ് പലസ്തീനിൽ അവശേഷിക്കുന്ന അറബ് വംശജരായ ജനങ്ങൾക്ക് അവരുടെ മണ്ണിൽ തന്നെ ജീവിക്കാൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പലസ്തീൻ വിമോചന പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ദേശീയ വിമോചന പ്രസ്ഥാനത്തിന് ജന്മം കൊടുക്കുന്നത്. അതിന് ജന്മം നൽകിയ രണ്ട് നേതാക്കൾ, ഒന്ന് അന്ന് ബെയ്റൂത്ത് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ജോർജ് ഹബാഷ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹം 50കളിൽ ബെയ്റൂത്ത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. മറ്റൊരാൾ യാസർ അറാഫത്ത് ആയിരുന്നു. അയാൾ കൈറോവിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ഈ രണ്ട് സർവകലാശാല വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ടാണ് പലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയിടുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങൾ സംയോജിച്ചാണ് PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. ആ ഓർഗനൈസേഷൻ പലസ്തീൻ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഇസ്രയേലിൻ്റെ ഈ മേഖലയിലെ വംശീയ ആധിപത്യത്തെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് 1967 പലസ്തീൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധം ഇസ്രയേൽ ആരംഭിക്കുന്നത്. ആ യുദ്ധത്തിൽ ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ പലസ്തീനിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചെടുത്തു. ഇതിനെതിരായിട്ടാണ് 1970കളുടെ ആദ്യം 73 ഒക്ടോബർ മാസത്തിൽ യോം കീപ്പൂർ യുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധത്തിന് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടുകൂടി PLO ഇസ്രയേൽ സേനക്കെതിരായി നടത്തിയ ധീരോദാത്തമായ കടന്നാക്രമണത്തിൽ 67 യുദ്ധത്തിൽ പലസ്തീന് നഷ്ടപ്പെട്ടുപോയ ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ പലസ്തീൻ ജനത PLO തിരിച്ചുപിടിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടുകൂടി PLO നടത്തിയ ഈ മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക മുൻകൈയെടുത്ത് ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലുമായിട്ട് ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കുന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ രാഷ്ട്രമായി തീർന്ന ഭൂപ്രദേശങ്ങൾക്കകത്ത് ഇസ്രയേൽ അധിനിവേശ മേഖലയായി നിലനിൽക്കുന്ന പലസ്തീൻ മേഖല, വെസ്റ്റ് ബാങ്കും ഗസയൊക്കെ ഉൾക്കൊള്ളുന്ന പലസ്തീൻ മേഖലയ്ക്ക് സ്വയംഭരണാവകാശം നൽകുന്നത്. ആ സ്വയംഭരണാവകാശം നേടിയ ഭൂപ്രദേശങ്ങളിലാണ് 2000 UN മുൻകൈയിൽ തന്നെ ഗസയിലും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്ന് ഗസ ഭരിക്കുന്ന ഹമാസ് അധികാരത്തിൽ വരുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ ഇന്നും ഹമാസിനെ ഒരു ഭീകര സംഘടനയായി കാണുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഹമാസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ട്രംപും ലോക നേതാക്കന്മാരുമൊക്കെ ഹമാസ് ഭീകരവാദ സംഘടനയാണെന്ന് പറയുമ്പോൾ ഹമാസിനെ ഐക്യരാഷ്ട്രസഭ ഒരു ഭീകര സംഘടനയായി കാണുന്നില്ല. പലസ്തീനിലെ ഗസയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണത്. ഗസ ഭരിക്കുന്ന ഒരു സ്വയംഭരണ പ്രദേശമായ ഗസ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടാണ് അവരെ കാണുന്നത്. അപ്പോൾ ഹമാസ് ഭീകര സംഘടന, ഹമാസിൻ്റെ നിലപാടുകളോട് ശക്തമായ വിയോജിപ്പ് ഇടതുപക്ഷത്തിനുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. ലോകത്തിലെ ജനാധിപത്യവാദികൾക്കെല്ലാം അറിയാം, യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിൽ പലസ്തീൻ വിമോചന പ്രസ്ഥാനം മുന്നോട്ട് പോയ ഘട്ടത്തിൽ അതിന് സോവിയറ്റ് സഹായമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ PLOവിനെ അസ്ഥിരീകരിക്കുക എന്ന അജണ്ടയോടുകൂടി ഇസ്രയേലും US ഒക്കെ അറിഞ്ഞുകൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി വളർന്നു വന്ന സംഘടനയാണ് ഹമാസ്. പക്ഷെ പോരാട്ടത്തിൻ്റെ ചരിത്രഗതിയിൽ ഹമാസിന് അതിശക്തമായ ഇസ്രയേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു.
PLO അസ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യം സോവിയറ്റ് യൂണിയൻ്റെയും കൂടി തിരോധനത്തിൻ്റെ ഒരു ലോക സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ബ്രദർഹുഡ് പൊളിറ്റിക്സിൽ അധിഷ്ഠിതമായ ഹമാസ് മേൽക്കൈ നേടി. പക്ഷേ ഹമാസ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരികയും അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്യുക വഴി ഹമാസ് ഗസ ജനതയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനെ ഒരു ഭീകര സംഘടനയായി കണ്ട് നിരായുധീകരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഇവിടെ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന 20 ദിന സമാധാന പദ്ധതിയിൽ ഗസയെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുമെന്നാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഗസ ഭരിക്കുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിലാണ് 2007 ഗസയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്, പലസ്തീൻ അതോറിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഹമാസ്. അപ്പോൾ പലസ്തീൻ ജനതയോട് ഇസ്രയേൽ സേന കാണിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ കടന്നാക്രമണങ്ങൾ, അവരുടെ അവശിഷ്ട ഭൂപ്രദേശങ്ങൾ, അൽ അക്സ ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്കിലെ വിഖ്യാതമായ മുസ്ലിം ദേവാലയങ്ങൾ, ഇതെല്ലാം പിടിച്ചെടുക്കുകയാണ്, ഇതെല്ലാം വളഞ്ഞു പിടിക്കുകയാണ് ഇസ്രായേൽ സേന. പലസ്തീനികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ചെറുപ്പക്കാരെയും ഒക്കെ നിരന്തരമായിട്ട് ആക്രമിക്കുകയാണ്. ഇതിനോടെല്ലാമുള്ള ഒരു പ്രതിരോധം എന്ന നിലക്കാണ്, ഒരു പ്രത്യാക്രമണം എന്ന നിലക്കാണ് 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരായിട്ട് ഹമാസ് മിലിറ്റന്റുകളുടെ ആക്രമണമുണ്ടായത്. അതുവഴി ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് പറയുകയാണെങ്കിൽ ഇസ്രയേൽ പലസ്തീൻ ജനതയോട് നടത്തിയിട്ടുള്ള, അവർക്ക് നേരെ നടത്തിയിട്ടുള്ള എത്ര കൂട്ടക്കൊലകൾ, എത്ര ഭീകര പ്രവർത്തനങ്ങൾ. ഇപ്പോൾ തന്നെ 70,000-ഓളം മനുഷ്യരെ ഗാസയിൽ അവർ കൊല ചെയ്തു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നിഷ്ഠൂരനായ ഭീകരവാദിയായ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് നെതന്യാഹു. അപ്പോൾ ഇന്ന് ഭീകരവാദത്തിൻ്റെ മറ സൃഷ്ടിച്ചുകൊണ്ട് ഹമാസിനെ നിരായുധീകരിക്കാനെന്ന വ്യാജേനെ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയത്തെയും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാനുള്ള അവകാശത്തെയുമാണ് ഇല്ലാതാക്കുന്നത്. ഇത് 1993 യാസർ അറാഫത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായ ഓസ്ലോ ഉടമ്പടിയുടെ ലംഘനമാണ്. ഓസ്ലോ ഉടമ്പടിയെ PLO അംഗീകരിച്ചിട്ടില്ല, ഹമാസ് അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ യാസർ അറാഫത്തിനെയും PLOവിനെയും അപലപിച്ചവരാണ് ഹമാസ്. പക്ഷെ പിന്നീട് അവർ അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രയേൽ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന സ്ഥിതിക്ക് ഇസ്രയേലും അതോടൊപ്പം പലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രവും, അങ്ങനെ ദ്വിരാഷ്ട്ര വ്യവസ്ഥ ഗാസയിലെ ഹമാസ് ഗവൺമെൻറ്റും അംഗീകരിച്ചിട്ടുണ്ട്. ആ ദ്വിരാഷ്ട്ര വ്യവസ്ഥ നടപ്പാക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ 193 രാജ്യങ്ങളിൽ 157 രാജ്യ നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകമാകെ പറയുന്നത് ഇസ്രയേലിനെ പോലെ തന്നെ പലസ്തീൻ ജനതയ്ക്കും ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമായി നിൽക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അനുവദിച്ചു കൊടുക്കാതെ ട്രംപ് ഒരു 20 ദിന സമാധാന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ട്രംപ് ഒരു ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കും. ആ ബോർഡ് ഓഫ് പീസിൻ്റെ തലവൻ ട്രംപ് തന്നെ. അതിന് കീഴിൽ എന്താണ്? ഒരു ആഗോള വിദഗ്ധന്മാരൊക്കെ അടങ്ങുന്ന ഈ ഗസ ഭരിക്കാനുള്ള, ഗസയിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള, അവിടെ ഭരണം നടത്താനുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആരാണ് ഈ ആഗോള വിദഗ്ധന്മാർ? ആരാണ് ഈ സാങ്കേതിക വിദഗ്ധന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയും ഒക്കെ സ്വയം നിർണയനത്തെ, സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ഒരു ട്രസ്റ്റിഷിപ്പ് ഭരണത്തിന് കീഴിലേക്ക് ഗസയെ കൊണ്ടുവരും. അത് അമേരിക്ക നിയന്ത്രിക്കുന്ന, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി തങ്ങളുടെ ജനതയുടെ സ്വത്തും സംസ്കാരവും ഒരു ജനതയായി അറബ് വംശജരായ പാലസ്തീനികൾക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന, ആ പോരാട്ടത്തിനിടെ രക്തസാക്ഷികളായ എത്രയോ മനുഷ്യരോട് കാണിക്കുന്ന അങ്ങേയറ്റം അനീതികരമായ ഒരു സമീപനമാണ് ട്രംപിൻ്റെ ഈ സമാധാന പദ്ധതി. പക്ഷേ ലോകരാജ്യങ്ങൾ ട്രംപിൻ്റെ സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നത് മറ്റൊരു വേർഷനിൽ നിന്നും ഉണ്ടാവാം. കാരണം തൽക്കാല യുദ്ധവിരാമം ഉണ്ടാവട്ടെ, അവിടെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടാനുള്ള, കുടിവെള്ളം കിട്ടാനുള്ള, ചികിത്സ കിട്ടാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാവട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷേ അത്തരം ആവശ്യങ്ങളൊക്കെ പ്രധാനമായിരിക്കുമ്പോൾ തന്നെ പലസ്തീൻ സ്വയം നിർണയനം, പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്നത് യാഥാർത്ഥ്യമാകാതെ ഈ മേഖലയിൽ സമാധാനമുണ്ടാക്കുക എളുപ്പമല്ല എന്ന് നമ്മളെല്ലാവരും
മനസ്സിലാക്കണം. ഇത് പലസ്തീൻ ജനത അവരുടെ വിമോചനത്തിന് വേണ്ടി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ അധിനിവേശത്തെ, യുദ്ധങ്ങളെ, വംശഹത്യയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ ഘട്ടങ്ങളിലും അവർക്കനുകൂലമായ ലോകാഭിപ്രായങ്ങൾ വളർന്നു വരുമ്പോൾ അതിനെ ഇന്ന് വഴിമാറാൻ ഇത്തരത്തിലുള്ള സമാധാന ഉടമ്പടികൾ നിരന്തരമായിട്ടുണ്ടായിട്ടുണ്ട്. ആ സമാധാന ഉടമ്പടികളെല്ലാം എന്താണ്? പലസ്തീൻ്റെ സ്വയംനിർണയനാഭിലാഷങ്ങളെ ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവരുടെ അവകാശത്തെ ഇല്ലാതാക്കുന്നതും നിരന്തരമായി വഞ്ചിക്കുന്നതുമാണ്. അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന വഞ്ചനകളുടെ ആ വഞ്ചനകൾക്കായി ലോക സാമ്രാജ്യ ശക്തികൾ രൂപപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് അമേരിക്ക മുൻകൈയെടുത്ത് രൂപപ്പെടുത്തുന്ന നിരവധി ഉടമ്പടികളുടെ കൂടി വഞ്ചനകളുടെ കൂടി ചരിത്രമാണ് പലസ്തീൻ്റെ ചരിത്രം എന്ന് പറയുന്നത്.